നമസ്കാരം, ഏവർക്കും അക്ഷയ കേരളത്തിലേക്ക് സ്വാഗതം. രാജ്യത്തെ കോടിക്കണക്കിന് കർഷകർ കാത്തിരിക്കുന്ന ഒരു പ്രധാന വിഷയമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വിശദമായി ചർച്ച ചെയ്യുന്നത്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ 24ാം ഗഡുവിനെ കുറിച്ചുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ. വിതരണം എപ്പോൾ പ്രതീക്ഷിക്കാം? ആരൊക്കെയാണ് ഈ ഗഡുവിന് അർഹരാകുക? അതുപോലെ തന്നെ പണം ലഭിക്കുന്നതിന് മുൻപ് നിർബന്ധമായി പൂർത്തിയാക്കേണ്ട ചില നടപടിക്രമങ്ങൾ. അതുപോലെ ഈ KYC ചെയ്യാത്തവർക്ക് എന്ത് സംഭവിക്കും? ആധാർ ബാങ്കുമായി ബന്ധിപ്പിക്കേണ്ട പ്രാധാന്യം, ഭൂമിരേഖകളുടെ പരിശോധന, ഗുണഭോക്തൃ സ്റ്റാറ്റസ് എങ്ങനെ പരിശോധിക്കാം തുടങ്ങിയ എല്ലാ പ്രധാന വിഷയങ്ങളും ഈ വീഡിയോയിൽ വിശദമായി നോക്കാം. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. രാജ്യത്തെ ചെറുകിട ഇടത്തരം കർഷകരെ സാമ്പത്തികമായി സഹായിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ഒരു പ്രധാന പദ്ധതിയാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി യോജന. ഈ പദ്ധതിയിലൂടെ അർഹരായ കർഷകർക്ക് വർഷത്തിലാകെ 6000 രൂപ ലഭിക്കുന്നു. തുക ഒരുമിച്ചല്ല ലഭിക്കുന്നത്, വർഷത്തിൽ 3 തവണയായി 2000 രൂപ വീതമാണ് വിതരണം ചെയ്യുന്നത്. അതായത് ഓരോ 4 മാസത്തിലൊരിക്കൽ ഒരു ഗഡു എന്ന രീതിയിലാണ് ഈ പദ്ധതി മുന്നോട്ട് പോകുന്നത്. കർഷകരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക നേരിട്ട് എത്തുന്നതാണ്. ഇടനിലക്കാരില്ലാതെ നേരിട്ടുള്ള ബാങ്ക് ട്രാൻസ്ഫറിലൂടെയാണ്, അതായത് DBT സംവിധാനത്തിലൂടെയാണ് പണം ലഭിക്കുന്നത്. 2026 ജൂൺ 20-നാണ് 23ാം ഗഡു വിതരണം ചെയ്തത്. രാജ്യത്തെ അർഹരായ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിലേക്ക് തുക ക്രെഡിറ്റ് ചെയ്തു. ചിലർക്ക് അന്നേ ദിവസം തന്നെ പണം ലഭിച്ചു, ചിലർക്ക് ബാങ്ക് നടപടിക്രമങ്ങൾ കാരണം 1-2 ദിവസം വൈകി ലഭിക്കുകയും ചെയ്തു. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കേന്ദ്ര സർക്കാർ പരിശോധനകൾ കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട്. അർഹരായവർക്ക് മാത്രം ആനുകൂല്യം ലഭിക്കണമെന്ന ലക്ഷ്യത്തോടെയാണ് വിവിധ പരിശോധനകൾ നടപ്പിലാക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ KYC പൂർത്തിയാക്കാത്ത നിരവധി ഗുണഭോക്താക്കൾക്ക് മുൻഗഡുക്കളിൽ പണം വൈകിയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് 24ാം ഗഡു ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ ഗുണഭോക്താക്കളും ഈ KYC നില പരിശോധിക്കേണ്ടത് വളരെ പ്രധാനമാണ്. OTP അടിസ്ഥാനത്തിലോ ബയോമെട്രിക് അടിസ്ഥാനത്തിലോ ഈ KYC പൂർത്തിയാക്കാം. മൊബൈൽ നമ്പർ ആധാറുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ OTP ഉപയോഗിച്ച് പൂർത്തിയാക്കാൻ സാധിക്കും. അല്ലെങ്കിൽ അടുത്തുള്ള CSC സെന്റർ സന്ദർശിച്ച് ബയോമെട്രിക് KYC പൂർത്തിയാക്കാം. ഇത് ചെയ്യാൻ അധികം സമയം വേണ്ടതുമില്ല. എന്നാൽ പൂർത്തിയാക്കാതെ വിട്ടാൽ പിന്നീട് ഗഡു ലഭിക്കുന്നതിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. പലർക്കും ബാങ്ക് അക്കൗണ്ട് ഉണ്ടാകും, ആധാർ നമ്പറും ഉണ്ടായിരിക്കും, എന്നാൽ രണ്ടും ശരിയായി ബന്ധിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കാറില്ല. ഇതാണ് പിന്നീട് പ്രശ്നമാവുന്നത്. ബാങ്ക് അക്കൗണ്ടുമായി ആധാർ ശരിയായി ബന്ധിപ്പിച്ചിട്ടില്ലെങ്കിൽ പണം ക്രെഡിറ്റ് ചെയ്യുന്നതിൽ തടസ്സം നേരിടാം. അതുകൊണ്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിന്റെ നിലവിലെ വിവരങ്ങൾ പരിശോധിക്കുക. ബാങ്ക് അക്കൗണ്ട് സജീവമാണോ? ആധാർ സീഡിംഗ് പൂർത്തിയായിട്ടുണ്ടോ? ജനന തീയതി, പേര്, മറ്റ് വിവരങ്ങൾ ശരിയായി പൊരുത്തപ്പെടുന്നുണ്ടോ? ഇവയെല്ലാം ഉറപ്പാക്കേണ്ടത് വളരെയധികം പ്രധാനമാണ്. PM കിസാൻ പദ്ധതിയുടെ പ്രധാന നിബന്ധനകളിൽ ഒന്നാണ് ഭൂമിയുടെ വിവരങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കണം എന്നത്. പല ഗുണഭോക്താക്കളും അപേക്ഷ നൽകിയ സമയത്ത് രേഖകൾ സമർപ്പിച്ചിട്ടുണ്ടാവാം, എന്നാൽ പിന്നീട് ഭൂമിയുടെ ഉടമസ്ഥാവകാശത്തിൽ മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ, വിഭജനം നടന്നിട്ടുണ്ടെങ്കിൽ, പേരിൽ വ്യത്യാസമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ രേഖകളിൽ പിശകുണ്ടായാൽ അത് പദ്ധതിയുടെ പരിശോധനയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാം. അതുകൊണ്ട് നിങ്ങളുടെ ഭൂമി രേഖകൾ പദ്ധതിയുടെ ഡാറ്റാബേസുമായി വിജയകരമായി മാപ്പ് ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നത് വളരെ പ്രധാനമാണ്. ഭൂമിയുടെ വിവരങ്ങൾ ശരിയായി രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിൽ ഗഡു അനുവദിക്കുന്ന നടപടികൾ വൈകാൻ സാധ്യതയുണ്ട്. അതിനാൽ രേഖകളിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ബന്ധപ്പെട്ട കൃഷി വകുപ്പ് ഓഫീസറുമായോ അല്ലെങ്കിൽ സേവന കേന്ദ്രമായോ ബന്ധപ്പെടുന്നത് നല്ലതാണ്. പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എനിക്ക് 24ാം ഗഡു ലഭിക്കുമോ എന്നുള്ളത്. ഇതിന് ഏറ്റവും നല്ല മാർഗം ഗുണഭോക്തൃ സ്റ്റാറ്റസ് പരിശോധിക്കുകയാണ്. സ്റ്റാറ്റസ് പരിശോധിക്കുമ്പോൾ സാധാരണയായി ആവശ്യമായി വരുന്നത് നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പറോ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറോ ആയിരിക്കും. സ്റ്റാറ്റസ് പരിശോധിച്ചാൽ നിങ്ങളുടെ അപേക്ഷാ നിലയിൽ ഏത് ഘട്ടത്തിലാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപേക്ഷ സജീവമാണോ? KYC പൂർത്തിയാക്കിയിട്ടുണ്ടോ? ആധാർ പരിശോധന വിജയകരമാണോ? ബാങ്ക് വിവരങ്ങൾ ശരിയാണോ? എന്നിവ മനസ്സിലാക്കാൻ ഈ പരിശോധന സഹായിക്കും. പല ഗുണഭോക്താക്കൾക്കും സ്റ്റാറ്റസിൽ പേയ്മെന്റ് പെൻഡിങ് എന്ന സന്ദേശം കാണാറുണ്ട്. ഇത് കണ്ടാൽ പലരും ആശങ്കപ്പെടാറുണ്ട്. എന്നാൽ എല്ലാ സാഹചര്യത്തിലും ഇതൊരു പ്രശ്നമാണെന്ന് അർത്ഥമില്ല. ചിലപ്പോൾ ഗഡു അനുവദിച്ചിട്ടുണ്ടെങ്കിലും ബാങ്ക് അക്കൗണ്ടിലേക്ക് കൈമാറുന്ന നടപടികൾ പൂർത്തിയായിട്ടില്ലായിരിക്കും. ചിലപ്പോൾ പരിശോധനകൾ അവസാന ഘട്ടത്തിലായിരിക്കും. അതിനാൽ ഈ സ്റ്റാറ്റസ് കണ്ടാൽ ഉടൻ ഭയപ്പെടേണ്ട സാഹചര്യമില്ല. എന്നിരുന്നാലും ദിവസങ്ങൾ കഴിഞ്ഞിട്ടും മാറ്റമില്ലെങ്കിൽ ബന്ധപ്പെട്ട അധികാരികളുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നത് നല്ലതാണ്.
റിജക്റ്റഡ് അല്ലെങ്കിൽ ഇന്നാക്റ്റീവ് എന്ന് കാണിച്ചാൽ ഈ സ്റ്റാറ്റസ് കണ്ടാൽ കാരണം കണ്ടെത്തേണ്ടതാണ്. കാരണം പലതായിരിക്കും പ്രശ്നങ്ങൾ. ഈ KYC പൂർത്തിയാക്കാതിരിക്കുക, ആധാർ വിവരങ്ങളിൽ പൊരുത്തക്കേട്, ബാങ്ക് അക്കൗണ്ട് സജീവമല്ലാത്തത്, ഭൂമിരേഖകളിലെ പ്രശ്നങ്ങൾ, അപേക്ഷയിലെ വ്യക്തിഗത വിവരങ്ങളിലെ തെറ്റുകൾ. ഇവയിൽ ഏതെങ്കിലും കാരണം മൂലം അപേക്ഷ പരിശോധിക്കുന്ന സമയത്ത് തടസ്സം നേരിടാം. അതിനാൽ സ്റ്റാറ്റസ് പരിശോധിച്ച ശേഷം ആവശ്യമായ തിരുത്തലുകൾ സമയബന്ധിതമായി നടത്തണം. അതായത് റിജക്റ്റഡ് അല്ലെങ്കിൽ ഇനാക്റ്റീവ് എന്ന് കാണിച്ചാൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ പണം നേരിട്ട് ബാങ്കുകളിലേക്കാണ് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ബാങ്ക് അക്കൗണ്ട് സജീവമാണോ എന്ന് ഉറപ്പാക്കണം. പഴയ അക്കൗണ്ട് ഉപയോഗിക്കുന്നവരാണെങ്കിൽ അത് എപ്പോഴും പ്രവർത്തനമാണോ എന്നുള്ളത് പരിശോധിക്കണം. ബാങ്ക് അക്കൗണ്ട് അടച്ചു പൂട്ടിയിട്ടുണ്ടെങ്കിൽ പുതിയ അക്കൗണ്ടിന്റെ വിവരങ്ങൾ പുതുക്കണം. അക്കൗണ്ടിന്റെ പേരും ആധാറിലെ പേരും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടെങ്കിൽ പരിശോധന വൈകാൻ സാധ്യതയുണ്ട്. അതിനാൽ എല്ലാ വിവരങ്ങളും ഒരിക്കൽ കൂടി പരിശോധിക്കുന്നത് നല്ലതാണ്. പല ഗുണഭോക്താക്കളും വർഷങ്ങൾക്ക് മുൻപ് അപേക്ഷ നൽകിയിട്ടുണ്ടാവും. അന്ന് നൽകിയ മൊബൈൽ നമ്പർ ഇന്ന് ഉപയോഗിക്കില്ലായിരിക്കും. OTP ലഭിക്കാനും വിവരങ്ങൾ പരിശോധിക്കാനും രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ സഹായകരമാണ്. അതിനാൽ ആവശ്യമായ സാഹചര്യങ്ങളിൽ മൊബൈൽ നമ്പർ പുതുക്കുന്നതും ഗുണകരമാണ്. ആദ്യമായി അപേക്ഷ നൽകിയവർ, സമീപകാലത്ത് ഭൂമിരേഖകളിൽ മാറ്റം വന്നവർ, ബാങ്ക് അക്കൗണ്ട് മാറ്റിയവർ, ഈ KYC പൂർത്തിയാക്കാത്തവർ, മുൻഗഡു ലഭിക്കാത്തവർ, സ്റ്റാറ്റസ് പെൻഡിങ് അല്ലെങ്കിൽ റിജക്റ്റ് കാണുന്നവർ, ഇവർ എല്ലാവരും കഴിയുന്നത്ര വേഗം വിവരങ്ങൾ പരിശോധിക്കുന്നത് നല്ലതാണ്. ചില ഗുണഭോക്താക്കൾക്ക് മുൻഗഡു ലഭിക്കാതെ പോയിട്ടുണ്ടാവാം. അത്തരക്കാർ ആദ്യം സ്റ്റാറ്റസ് പരിശോധിക്കണം. അതിനുശേഷം ഈ KYC നില ഉറപ്പാക്കണം. ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ശരിയാണോ എന്ന് പരിശോധിക്കണം. ആധാർ സീഡിംഗ് പൂർത്തിയാക്കിയിട്ടുണ്ടോ എന്ന് ഉറപ്പാക്കണം. ആവശ്യമായാൽ ബന്ധപ്പെട്ട അധികാരികളുമായി ബന്ധപ്പെടുകയും രേഖകളിലെ പിശകുകൾ തിരുത്തുകയും വേണം. ഗഡു വിതരണം അടുത്തെത്തുമ്പോൾ നിരവധി വ്യാജ സന്ദേശങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കാറുണ്ട്. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യൂ, രജിസ്ട്രേഷൻ ഫീസ് അടയ്ക്കൂ, നിങ്ങളുടെ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യും. ഇങ്ങനെയുള്ള സന്ദേശങ്ങൾ ലഭിച്ചാൽ സൂക്ഷിക്കുക. സർക്കാർ ഗുണഭോക്താക്കളിൽ നിന്ന് പണം വാങ്ങി ഗഡു വിതരണം ചെയ്യുന്ന രീതി ഇപ്പോൾ എപ്പോഴുമില്ല. അതിനാൽ വ്യക്തിഗത വിവരങ്ങളും ബാങ്ക് വിവരങ്ങളും പരിചയമില്ലാത്ത ആളുകൾക്ക് കൈമാറരുത്. OTP ആരുമായും ഷെയർ ചെയ്യരുത്. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ആർക്കൊക്കെയാണ് PM കിസാൻ യോഗ്യത ഇല്ലാത്തത് എന്നുള്ളതാണ്. അതുകൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. പലരും ഒരു തെറ്റിദ്ധാരണയിലാണ്, കൃഷിഭൂമി ഉണ്ടെങ്കിൽ മാത്രം PM കിസാൻ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുമെന്നാണ് പലരുടെയും തെറ്റിദ്ധാരണ. എന്നാൽ യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാർ ചില വിഭാഗങ്ങളെ വ്യക്തമായി ഈ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുമുണ്ട്. അതിനാൽ നിങ്ങളുടെ അപേക്ഷ എപ്പോഴും സജീവമാണോ എന്ന്, നിങ്ങൾക്ക് അടുത്ത ഗഡു ലഭിക്കുമോ എന്നറിയാൻ ഈ ഭാഗം വളരെ ശ്രദ്ധയോടെ കേൾക്കുക. ആദ്യമായി സർക്കാർ സ്ഥാപനങ്ങൾ, കമ്പനികൾ, ട്രസ്റ്റുകൾ, സഹകരണ സ്ഥാപനങ്ങൾ തുടങ്ങിയ സ്ഥാപനങ്ങളുടെ പേരിലുള്ള കൃഷിഭൂമിക്ക് ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കില്ല. PM കിസാൻ പദ്ധതിക്ക് വ്യക്തിഗത അർഹരായ കർഷകരെ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ്. അതുപോലെ നിലവിലുള്ളതോ മുൻകാലത്തെയോ ആയ മന്ത്രിമാർ, പാർലമെന്റ് അംഗങ്ങൾ, നിയമസഭാംഗങ്ങൾ, ചില ഉയർന്ന ജനപ്രതിനിധികൾ എന്നിവരും സാധാരണയായി ഈ പദ്ധതിയുടെ പരിധിയിൽ വരില്ല. കേന്ദ്ര സർക്കാർ, സംസ്ഥാന സർക്കാർ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്നിവയിലെ സ്ഥിരം ജീവനക്കാരും സാധാരണയായി ഈ പദ്ധതിക്ക് അർഹരല്ല. എന്നാൽ ചില താഴ്ന്ന തസ്തികകളിലുള്ള ജീവനക്കാർക്ക് സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള പ്രത്യേക ഒഴിവുകൾ ഉണ്ടായേക്കാം. മറ്റൊരു പ്രധാന വിഭാഗമാണ് ആദായ നികുതി അടയ്ക്കുന്നവർ. കഴിഞ്ഞ അസസ്മെന്റ് വർഷത്തിൽ ഇൻകം ടാക്സ് അടച്ചിട്ടുള്ള വ്യക്തികൾക്ക് സാധാരണയായി PM കിസാൻ ആനുകൂല്യം ലഭിക്കില്ല. അതുപോലെ രജിസ്റ്റർ ചെയ്ത ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, ചാർട്ടേഡ് അക്കൗണ്ടന്റുമാർ, ആർക്കിടെക്ചർമാർ, അഭിഭാഷകർ തുടങ്ങിയ പ്രൊഫഷണലുകൾക്കും അവരുടെ തൊഴിൽ പ്രാക്ടീസ് ചെയ്യുന്ന സാഹചര്യത്തിൽ പദ്ധതിക്ക് അർഹതയില്ല. ഇനി മറ്റൊരു പ്രധാന കാര്യം, ഒരേ വ്യക്തിയുടെ പേരിൽ ഒന്നിലധികം PM കിസാൻ രജിസ്ട്രേഷൻ ഉണ്ടായാലോ, ഒരേ ഭൂമിയെ അടിസ്ഥാനമാക്കി തെറ്റായ ഒന്നിലധികം അപേക്ഷകൾ സമർപ്പിച്ചാലോ പരിശോധനയിൽ അപേക്ഷ തടയപ്പെടാൻ സാധ്യത ഏറെയാണ്. മറ്റൊരു കാര്യം 24ാം ഗഡുവിനെ കുറിച്ചുള്ളതാണ്. കേന്ദ്ര സർക്കാർ 24ാം ഗഡുവിന്റെ ഔദ്യോഗിക തീയതി പ്രഖ്യാപിച്ചിട്ടില്ല. ഇപ്പോൾ ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മുൻഗഡുക്കളുടെ വിതരണക്രമം പരിഗണിക്കുമ്പോൾ 2026 ഒക്ടോബർ മുതൽ നവംബർ വരെ വിതരണം പ്രതീക്ഷിക്കപ്പെടുന്നു എന്നതാണ് നിലവിലെ അവസ്ഥ. ഔദ്യോഗിക പ്രഖ്യാപനം വന്നാൽ മാത്രമേ തീയതി സ്ഥിരീകരിക്കാൻ കഴിയുകയുള്ളൂ.
അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ദയവ് ചെയ്ത് കമന്റ് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങൾ കമന്റ് ചെയ്യുക. വീഡിയോ ഹൈപ്പ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.